എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രകാശ് നായർ. നിങ്ങൾക്കെൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് RBIയുടെ റീറ്റെയിൽ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിനെ കുറിച്ചാണ്. ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മുഖാന്തരം നമുക്ക് ഗവൺമെൻറ് സെക്യൂരിറ്റീസിലും ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ RBI നമുക്ക് തന്നിരിക്കുന്നു. നാളിതുവരെയും ഇങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഇന്ത്യയിൽ അവൈലബിൾ ആയിരുന്നില്ല. നമ്മൾക്ക് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങണമെങ്കിൽ നമ്മൾ ബ്രോക്കേഴ്സ് മുഖാന്തരമോ ബാങ്ക് മുഖാന്തരമോ ഒരു ഇൻ്റർമീഡിയറിയുടെ സഹായത്തോടു കൂടി മാത്രമായിരുന്നു നമ്മൾക്ക് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങാൻ പറ്റുള്ളായിരുന്നു. ഇപ്പം അതിന് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് ഉപകാരപ്രദമായ രീതിയിൽ ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മുഖാന്തരം വളരെ സിമ്പിളായിട്ടുള്ള പ്രൊസീജിയറിൽ കൂടി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് നമുക്ക് വാങ്ങാവുന്നതാണ്. നിങ്ങൾക്ക് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ചെറിയ എമൗണ്ടിൽ വാങ്ങാമെന്നോർത്ത് നിങ്ങൾ എക്സൈറ്റഡ് ആകേണ്ട ആവശ്യമില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് അതിൻ്റേതായ അഡ്വാൻറ്റേജസുകളും ഡിസഡ്വാൻറ്റേജസുകളും ഉണ്ട്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്തൊക്കെയാണ് നമുക്ക് പ്രയോജനങ്ങൾ, എന്തൊക്കെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താലുള്ള മെറിറ്റ്സ്, ഡീമെറിറ്റ്സ്, ഈ കാര്യങ്ങളാണ് ഞാനിന്ന് ഈ വീഡിയോ മുഖാന്തരം നിങ്ങളെ അറിയിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞു, ഇതൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമാണ്. നമുക്ക് RBIയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഒരു 5 to 10 മിനിറ്റ്സിൽ നമുക്ക് എല്ലാ ഫോർമാലിറ്റീസും കംപ്ലീറ്റ് ചെയ്യാം. ഇതിന് നമുക്ക് കരുതേണ്ട 1-2 ഡോക്യുമെൻറ്റ്സുകൾ ഞാൻ പറയാം. നിങ്ങൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് വാലിഡായിട്ടുള്ള ഒരു ഇമെയിൽ ID ഉണ്ടായിരിക്കണം, പാൻ ഉണ്ടായിരിക്കണം, അതേപോലെ ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. അതോടൊപ്പം തന്നെ ഒരു ബാങ്ക് അക്കൗണ്ടിൻ്റെ നിങ്ങളുടെ ബാങ്കിൻ്റെ ഒരു ചെക്ക് ലീഫ്, ക്യാൻസൽഡ് ചെക്ക് ലീഫ് നിങ്ങൾ സൂക്ഷിക്കണം. പിന്നെ നിങ്ങളുടെ അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് ആധാർ കാർഡോ വോട്ടർ ID ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കോപ്പിയോ സൂക്ഷിക്കുക. കാരണം നമ്മൾ ഈ ഓൺലൈൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന പ്രോസസ്സിൽ നമുക്ക് KYC കംപ്ലീഷൻ അല്ലെങ്കിൽ KYC കംപ്ലീഷന് വേണ്ടിയിട്ട് ഈ ഡോക്യുമെൻറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഏകദേശം ഇന്നിപ്പം 12-ാം തീയതിയാണ്, ഈ നവംബർ 12-ാം തീയതിയാണ് ഈ സ്കീം ഓപ്പൺ ആയത്. നാളിതുവരെയും മോർ ദാൻ 25,000 അക്കൗണ്ടുകളും ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞു. പല ഇൻവെസ്റ്റേഴ്സും ആ അവസരം മുതലാക്കി ഓൺലൈനിൽ അല്ലെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടി ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നിങ്ങളത് എക്സൈറ്റഡ് ആകണ്ട. കാരണം ഗവൺമെൻറ് സെക്യൂരിറ്റീസാണ് നമ്മൾ വാങ്ങുന്നത്. ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ ഏറ്റവും സെക്വേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. അപ്പം അതിന് ഡിഫാൾട്ട് അത് നമുക്ക് പൈസ തിരിച്ചു കിട്ടാനുള്ള ഒരു സാഹചര്യം വളരെ കുറവാണ്, ഇല്ലെന്ന് തന്നെ നമുക്ക് പറയാം. അതുകൊണ്ടാണിത് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, അതുകൊണ്ടാണ് ഇതിന് ഗിൽറ്റഡ് സെക്യൂരിറ്റി അല്ലെങ്കിൽ സോവറിൻ സെക്യൂരിറ്റി എന്ന് പറയുന്നത്. സോവറിൻ ഗ്യാരണ്ടിയാണ്, ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടിയാണ്. അപ്പം ഇതിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ ഒരു റിസ്ക് നമുക്കില്ല, ക്രെഡിറ്റ് റിസ്ക് ഇല്ല. ക്രെഡിറ്റ് റിസ്ക് എന്ന് നമുക്ക് പറഞ്ഞാൽ നമുക്ക് പൈസ തിരിച്ച് കിട്ടാനുള്ള ഒരു റിസ്ക് ഇല്ല. നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതും ഷെയർസ് പോലെ അല്ലെങ്കിൽ ഇക്വിറ്റി സെക്യൂരിറ്റീസ് പോലെ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ട്രേഡ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. അപ്പോൾ മാർക്കറ്റിൻ്റെ ഏറ്റക്കുറച്ചുകൾ അനുസരിച്ച് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റിൽ വരുന്ന പ്രൈസിൽ വരുന്ന വേരിയേഷൻ, മാർക്കറ്റിൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് വരുന്ന മാർക്കറ്റിലെ ഏറ്റക്കുറച്ചുകൾ ഈ പറയുന്ന സെക്യൂരിറ്റിയും ഈ ഗവൺമെൻറ് സെക്യൂരിറ്റികൾക്കും ബാധകമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മോസ്റ്റ് ഓഫ് ദി സെക്യൂരിറ്റീസ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസാണ്. ഇത് ആക്റ്റീവായിട്ട് ട്രേഡിംഗ് നടക്കുന്ന ഗവൺമെൻറ് സെക്യൂരിറ്റീസുകളുണ്ട്, ആക്റ്റീവായിട്ട് ട്രേഡിംഗ് നടക്കാത്ത ഗവൺമെൻറ് സെക്യൂരിറ്റീസുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ലിക്വിഡിറ്റി, കാരണം ഈ പദ്ധതി അല്ലെങ്കിൽ ഈ പ്ലാൻ അനുസരിച്ച്, ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ അനുസരിച്ച് നമുക്ക് മിനിമം 10,000 രൂപ ഉണ്ടെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസുകൾ വാങ്ങാം.
അതേപോലെ തന്നെ പണ്ടൊക്കെ ആണെങ്കിൽ നമുക്ക് മിനിമം ഒരു 5 crores, കാരണം നോർമലി ഈ മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് അല്ലെങ്കിൽ ബോണ്ട് മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ്, അതേപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട്സ്, അതേപോലെ സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള NBFCs, ഇവരൊക്കെയാണ് ഈ മാർക്കറ്റ്, ഈ സെഗ്മെൻറ്റ് ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് സാധാരണക്കാരന് അല്ലെങ്കിൽ സാധാരണ ഒരാൾക്ക് ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റി വാങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ബ്രോക്കേഴ്സിൻ്റെ സഹായം ആവശ്യമുണ്ട്. അപ്പോൾ ഈ ബ്രോക്കേഴ്സിൻ്റെ സഹായം നമ്മൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ത്രൂ ബ്രോക്കേഴ്സ് നമ്മൾ വാങ്ങുമ്പോൾ അതിന് ബ്രോക്കറേജ് കമ്മീഷൻ അതേപോലെയുള്ള സംഗതികളെല്ലാം നമ്മൾ കൊടുക്കേണ്ടി വരും. പക്ഷേ ഈ പദ്ധതി അനുസരിച്ച് ഈ RBIയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ കൂടി രജിസ്റ്റർ ചെയ്ത് നമ്മൾ സെക്യൂരിറ്റീസ് വാങ്ങുകയാണെങ്കിൽ അതിന് ബ്രോക്കറേജോ കമ്മീഷനോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അത് അബ്സല്യൂട്ട്ലി ഫ്രീ ആയിട്ടാണ് ഗവൺമെൻറ് അത് ചെയ്യുന്നത്. ഇത് കൂടാതെ തന്നെ ഇനി നമുക്ക് നോക്കാം ഏതൊക്കെ ഗവൺമെൻറ് സെക്യൂരിറ്റീസുകളാണ് സാധാരണയായിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത്. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ട്രഷറി ബിൽസ് നോർമലി ഷോർട്ട് ഡ്യൂറേഷനിലേക്ക് ഇഷ്യൂ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സാണ് ട്രഷറി ബിൽസ്. ആ ട്രഷറി ബിൽസ് 91 days, 364 days or 181 days ഇങ്ങനെയുള്ള കാലാവധിയിലാണ് സാധാരണയായി ട്രഷറി ബില്ലുകൾ ഇഷ്യൂ ചെയ്യുക. ട്രഷറി ബില്ല് എന്ന് പറഞ്ഞാൽ ഒരു സീറോ കൂപ്പൺ ബോണ്ട് പോലെയാണ് ട്രഷറി ബില്ല്. കാരണം അതിൻ്റെ നോമിനൽ വാല്യൂവിൽ നിന്ന് ഡിസ്കൗണ്ടിലാണ് അത് ഇഷ്യൂ ചെയ്യുക. അത് റെഡീം ചെയ്യുന്ന സമയത്ത് അതിൻ്റെ നോമിനൽ വാല്യൂവിൽ അല്ലെങ്കിൽ ഫേസ് വാല്യൂവിൽ റെഡീം ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ബോണ്ട് വാങ്ങുമ്പോൾ കൊടുക്കുന്ന പൈസയും നമുക്ക് ബോണ്ട് തിരിച്ച് മെച്ചുറാകുമ്പോൾ തിരിച്ച് കിട്ടുന്ന പൈസയും, അല്ലെങ്കിൽ ട്രഷറി ബില്ല് തിരിച്ച് കിട്ടുന്ന മെച്ചുറാകുന്ന സമയത്ത് തിരിച്ച് കിട്ടുന്ന പ്രൈസ് തമ്മിലുള്ള ഡിഫറൻസാണ് നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഡേറ്റഡ് സെക്യൂരിറ്റീസ് ബോണ്ട്, അതാണ് നോർമലി നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് അവൈലബിൾ ആയിട്ടുള്ളതാണ്. പല ഡേറ്റുകളിൽ സാധാരണ അത് ലോങ് ഡ്യൂറേഷനിലേക്കാണ് അതേപോലെയുള്ള ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുക. 5 years മുതൽ 40 years വരെയുള്ള ബോണ്ടുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഗവൺമെൻറ്റിന് ഫൈനാൻഷ്യലായിട്ട് എന്തെങ്കിലും, അല്ലെങ്കിൽ നമ്മുടെ ബഡ്ജറ്റിലെ ഡെഫിസിറ്റ്, സാധാരണ ബഡ്ജറ്റിൽ വരുന്ന ഡെഫിസിറ്റ് നികത്തുന്നതിനും, അതേപോലെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റും അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് മെയിനായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ത്രൂ RBI ഈ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇത് ഇന്ത്യയിലെ ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉള്ള ബോണ്ടുകളാണ്. അടുത്ത ഒരു ടൈപ്പ് ബോണ്ട് എന്ന് പറയുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ ഇഷ്യൂ ചെയ്യുന്ന ഡെവലപ്മെൻറ്റ് ബോണ്ട്സ്. അപ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ ഡെവലപ്മെൻറ്റ് പർപ്പസസിന് വേണ്ടിയിട്ട് സാധാരണയായിട്ട് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്ത് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകൾ പൈസ കടം വാങ്ങാറുണ്ട്. അങ്ങനെയുള്ള ബോണ്ടുകളാണ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഡെവലപ്മെൻറ്റ് ബോണ്ട്സ് എന്ന് പറയുന്നത്. ഇത് കൂടാതെ തന്നെ വേറെ തരത്തിലുള്ള ഒരു ബോണ്ട് എന്ന് പറയുന്നത് ഗോൾഡ് ഡെപ്പോസിറ്റ്, അല്ലെങ്കിൽ സോവറിൻ ഗോൾഡ് ബോണ്ട്സ് ആണ്. സോവറിൻ ഗോൾഡ് ബോണ്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫിസിക്കലായിട്ട് ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം ഗവൺമെൻറ് നമ്മൾക്കൊരു ഓപ്ഷൻ തന്നിരിക്കുകയാണ്. ഗവൺമെൻറ് ഡിജിറ്റലായിട്ട് നമുക്ക് ഈ സ്വർണം വാങ്ങാം, അല്ലെങ്കിൽ ഗോൾഡ് വാങ്ങാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ 6 monthsലും അല്ലെങ്കിൽ ഇതിന് 2.5% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അത് കൂടാതെ തന്നെ മെച്യൂർ ആകുന്ന സമയത്ത്, നോർമലി ഇത് 8 yearsനാണ് ഈ ബോണ്ട് സാധാരണയായിട്ട് ഇഷ്യൂ ചെയ്യുന്നത്. ഈ ബോണ്ട് മെച്യൂർ ആകുന്ന സമയത്ത് ആ സമയത്ത് ഏതാണോ ബോണ്ടിൻ്റെ വാല്യൂ, അല്ലെ സ്വർണത്തിൻ്റെ വില, ഗോൾഡിൻ്റെ വില എന്ന് വെച്ചാൽ ആ വിലയ്ക്ക് ഈ ഗോൾഡ് നമുക്ക് തിരിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ പൈസ നമുക്ക് തിരിച്ചു തരും. മിനിമം 1 gram മുതൽ 4 kilo വരെയും സ്വർണ്ണം ഒരു വ്യക്തിക്ക് വാങ്ങാവുന്നതാണ്. ഇതാണ് ഈ ഗോൾഡ് സ്കീമിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇതേപോലെയുള്ള ഈ 4 ടൈപ്പ്, ഞാനിപ്പോൾ പറഞ്ഞ 4 തരത്തിലുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസാണ് നമുക്ക് ഈ പർട്ടിക്കുലർ പ്ലാറ്റ്ഫോം മുഖാന്തരം നമുക്ക് വാങ്ങാൻ പറ്റുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വേറൊരു കമ്പാരിസൺ പറഞ്ഞു. നിങ്ങൾ പറഞ്ഞു ഗവൺമെൻറ് സെക്യൂരിറ്റി, ഞാൻ പറഞ്ഞു പല പ്രാവശ്യം ഞാൻ റിപ്പീറ്റ് ചെയ്തു, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് എന്ന് പറയുന്നത് ഏറ്റവും സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രുമെൻ്റാണ്. പക്ഷേ നമ്മളിത് കമ്പയർ ചെയ്യുമ്പോൾ, നമ്മൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ, നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുന്നേ ഇതിലും സെക്യൂർഡ് ആയിട്ട്, അല്ല ഇതിലും കൂടുതൽ റിട്ടേൺ കിട്ടുന്ന, അല്ലെങ്കിൽ സേഫായിട്ട് റിട്ടേൺ കിട്ടുന്ന വേറെ ഏതെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ടോ, ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ, ഈ കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ കാര്യം, ഞാൻ പറഞ്ഞല്ലോ ട്രഷറി ബില്ലിൻ്റെ കാര്യം പറഞ്ഞു. ഒരു 91 daysലേക്കുള്ള ഒരു ട്രഷറി ബില്ലിൻ്റെ ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ്മെൻ്റ് അനുസരിച്ച് ഏകദേശം 3.65% അതിൻ്റെ റിട്ടേൺ വരുന്നത്. അതേപോലെ തന്നെ 364
ഡേയ്സിൽ ഇഷ്യൂ ചെയ്തിരിക്കുന്ന ട്രഷറി ബില്ലിന് ഏകദേശം 4.1%, 10-year ബോണ്ടിന് ഏതാണ്ട് 6.34 അല്ലെ 6.35 ആ റേഞ്ചിലാണ് ഇപ്പോൾ ഈൽഡ് കാണിക്കുന്നത് 10-year. അപ്പോൾ എല്ലാ ഫൈനാൻഷ്യൽ ഡിസിഷനും അല്ലെങ്കിൽ കാര്യങ്ങൾക്കും ഈ 10-year ബോണ്ടാണ് നമ്മൾ ബെഞ്ച് മാർക്കായിട്ട് എടുക്കുക. നമ്മുടെ സ്മോൾ സേവിങ് സ്കീംസിൻ്റെ ഇൻട്രസ്റ്റ് ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഈ 10-year ബോണ്ട് അല്ലെ ഗവൺമെൻറ് ബോണ്ടിൻ്റെ ബെഞ്ച് മാർക്ക് റിട്ടേൺ അല്ലെങ്കിൽ അന്നത്തെ ഈൽഡ് കൺസിഡർ ചെയ്തിട്ടാണ് സാധാരണയായിട്ട് ഈ റിട്ടേൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇനിയും ഇപ്പോൾ ഇതാണ് സാധാരണയായിട്ട്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഗവൺമെൻറ് സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ ഇയർലി 2.5% നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും. അത് ഹാഫ് ഇയർലിയായിട്ട് കിട്ടും. മിക്കവാറും എല്ലാ ഗവൺമെൻറ് ബോണ്ടുകളിലും സാധാരണ ഹാഫ് ഇയർലി 6 months ഇൻ്റർവെല്ലിലാണ് നമുക്ക് ഇതിൻ്റെ റിട്ടേൺ കിട്ടുക, ഇൻട്രസ്റ്റ് കിട്ടുക. ഡയറക്റ്റായിട്ട് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഇതേപോലെ തന്നെ ഇത് നമ്മൾ പറയുമ്പോൾ ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ ബാക്കി നമ്മളിന്ന് അവൈലബിൾ ആയിട്ടുള്ള ചില ഇൻവെസ്റ്റ്മെൻറ്റുകളായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, ഗവൺമെൻറ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്രെഡിറ്റ് റിസ്ക് ഇല്ല, നമുക്ക് പൈസ തിരിച്ചു കിട്ടും. പക്ഷേ മാർക്കറ്റിലുള്ള ഏറ്റക്കുറച്ചിലുകൾ, ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് മാർക്കറ്റിൽ വരുന്ന ഏറ്റക്കുറച്ചിലുകൾക്കും ഇതിൻ്റെ പ്രൈസും ബാധകമായിരിക്കും. അല്ലെ ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസും ബാധകമായിരിക്കും. അത് ഞാൻ പറയാം, എങ്ങനെയാണെന്ന് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ബോണ്ട് വാങ്ങിയാൽ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മൾ ബോണ്ടിൻ്റെ പ്രൈസും ഇൻട്രസ്റ്റ് റേറ്റും തമ്മിൽ ഇൻവേഴ്സ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടിയാൽ ബോണ്ടിൻ്റെ പ്രൈസ് കുറയും, അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറഞ്ഞാൽ ബോണ്ടിൻ്റെ പ്രൈസ് കൂടും. അപ്പം കാലാകാലങ്ങളിൽ നമ്മുടെ മാർക്കറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ RBI ബാങ്ക് റേറ്റ് കൂട്ടുക കുറയ്ക്കുക, കാരണം പല കാര്യങ്ങളും അതിന് കൺസിഡർ ചെയ്തിട്ട് ഈ ബാങ്ക് റേറ്റ് കൂട്ടുക കുറയ്ക്കുക അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുക കുറയുക, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ പലപ്പോഴും നമുക്ക് കാണാറുണ്ട്. ഓരോ 3 monthsലും 6 monthsലും വരുന്ന റിവ്യൂകളിൽ അന്നത്തെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ, ഇൻഫ്ലേഷൻ്റെ കണ്ടീഷൻ ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് നോർമലായിട്ട് RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന ഇൻട്രസ്റ്റ് റേറ്റിൽ വരുന്ന വേരിയേഷൻ എല്ലാം ഈ ബോണ്ടിൻ്റെ പ്രൈസിനെ എഫക്റ്റ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾ വാങ്ങിയിരിക്കുന്ന ഒരു ബോണ്ട്, ഇപ്പോൾ ഒരു ഗവൺമെൻറ് സെക്യൂരിറ്റീസ് നിങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഇത് തീർച്ചയായിട്ടും മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഒരു സെക്യൂരിറ്റി ആയിരിക്കും. അപ്പോൾ നാളെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ 100 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്ന ഒരു ബോണ്ട് 100 രൂപയ്ക്ക് വാങ്ങാൻ ആളുണ്ടാവില്ല. ആ സമയത്ത് 98 രൂപയ്ക്കായിരിക്കും വാങ്ങുക. ഞാനിപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ നിങ്ങൾക്ക് പൈസയ്ക്ക് ആവശ്യം വന്നു, നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ബോണ്ട് നിങ്ങൾക്ക് മാർക്കറ്റിൽ വിൽക്കാം, അല്ലെങ്കിൽ ത്രൂ ദാറ്റ് RBIയുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം മുഖാന്തരം നിങ്ങൾക്ക് വിൽക്കാം. പക്ഷേ നിങ്ങൾ വിൽക്കുന്ന സമയത്ത് ഏതാണോ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് പ്രൈസിൽ വരുന്ന മൂവ്മെൻറ്റ്, ചിലപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്ന ഒരു ബോണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ 98 രൂപയ്ക്ക് വിൽക്കേണ്ടി വരും. അതേപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയുന്ന ഒരു സിനാരിയോ ആണെങ്കിൽ നിങ്ങളുടെ ബോണ്ടിൻ്റെ പ്രൈസ് കൂടും. ചിലപ്പോൾ 100 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്ന ഒരു ബോണ്ട് നിങ്ങൾക്ക് 102 രൂപയ്ക്ക് വിൽക്കാം. അപ്പോൾ ഇതാണ് അതിൽ വരുന്ന വ്യത്യാസം. ഇങ്ങനെ വരുന്ന വ്യത്യാസം നിങ്ങൾ ഈ ബോണ്ട് അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് വരെ 5 ഇയറോ 10 ഇയറോ 15 ഇയറോ ഈ മെച്യൂരിറ്റി പീരീഡ് വരെയും ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ പറഞ്ഞിരിക്കുന്ന ആ ബോണ്ടിൻ്റെ നോമിനൽ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. അതായത് അതിൻ്റെ ഫേസ് വാല്യൂ നിങ്ങൾക്ക് കിട്ടും. നോർമലായിട്ട് നിങ്ങളിപ്പോൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന ഒരു സെക്യൂരിറ്റി ആണെങ്കിൽ 102 രൂപയ്ക്കാണ് 100 രൂപ നോമിനൽ വാല്യൂ ഉള്ള ഒരു ബോണ്ട് 102 രൂപയ്ക്കാണ് നിങ്ങൾ വാങ്ങുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 102 രൂപ തിരിച്ചു കിട്ടില്ല. അത് മെച്ചൂറാകുന്ന സമയത്ത് നിങ്ങൾക്ക് 100 രൂപയാണ് തിരിച്ചു കിട്ടുകയുള്ളൂ. അപ്പം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടതാണ്. അപ്പോൾ ഇതെല്ലാം YTD, അതിൻ്റെ ബോണ്ടിൻ്റെ ഈൽഡ്, ഇതിനെല്ലാം വേറെ കാൽക്കുലേഷൻസ് എല്ലാം ഉണ്ട്. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോയിൽ അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിലാക്കുക. ഇത് സെക്യൂർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. നിങ്ങൾക്ക് നോമിനൽ വാല്യൂ തിരിച്ചു കിട്ടും. ആ നോമിനൽ വാല്യൂ തിരിച്ചു കിട്ടുന്നത് നിങ്ങൾ കൊടുത്ത പ്രൈസിനാണെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നിങ്ങൾ വാങ്ങിയിരിക്കുന്നത് ബോണ്ട് ഫേസ് വാല്യൂവിലല്ല നോമിനൽ വാല്യൂവിനാണെങ്കിൽ പ്രശ്നമില്ല, നിങ്ങൾക്ക് ആ പൈസ തിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വാങ്ങിയിരിക്കുന്നത് ഡിസ്കൗണ്ടിലായിരിക്കും. ഡിസ്കൗണ്ടിൽ വാങ്ങിയിട്ട് നിങ്ങൾക്ക് നോമിനൽ വാല്യൂ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അതിലൊരു ലാഭമുണ്ട്. നിങ്ങൾ പ്രീമിയത്തിൽ വാങ്ങിയിട്ട് നോമിനൽ വാല്യൂ വെക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ അകത്തൊരു പ്രൈസിലുള്ള വ്യത്യാസമുണ്ട്. ഇതെല്ലാം ആ ഇൻട്രസ്റ്റിലാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റിലാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് എത്ര ഈൽഡ് കിട്ടുന്നു എന്നുള്ളതാണ് അതിൻ്റെ അകത്തുള്ള ഒരു സംഗതി. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞു, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസും ബാക്കി നമുക്ക് സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും അതിൽ നിന്ന് എത്ര റിട്ടേൺ ആണ് കിട്ടുന്നത് എന്നുള്ളത് ഞാൻ
കാഷ്വലായിട്ടൊന്ന് പറഞ്ഞു പോകാം. പക്ഷേ ഞാൻ അതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ഇപ്പം നമുക്ക് RBI പോലെ തന്നെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കാണ്. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ അണ്ടർ കൺട്രോൾ, ഫുൾ കൺട്രോളിലുള്ള ഓണർഷിപ്പിലുള്ള ബാങ്കാണ്. നമ്മളിപ്പോൾ SBIയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം മാക്സിമം ഒരു 5.5%ഓളം ഓർ 5.4%ഓളം, അബൌട്ട് 2 years ഡെപ്പോസിറ്റിന് 5.4%ഓളം നമുക്ക് അഷ്വേർഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് കിട്ടും. അത് അഷ്വേർഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റാണ്. നമുക്ക് തിരിച്ച് കിട്ടുന്ന സമയത്ത് നമ്മുടെ ക്യാപിറ്റലിൽ വ്യത്യാസം വരുന്നില്ല. അത് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ അതും ഒരു സേഫ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതേപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വേറെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമുകൾ, NSC, നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റ്. നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റിന് ഏകദേശം 6.8% അതിൻ്റെ ഈൽഡ് കിട്ടും. PPFന് 7.1% ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ്. സുകന്യ സമൃദ്ധി, അതേപോലെ പെൺകുട്ടികളുടെ പേരിൽ എടുക്കാവുന്ന സുകന്യ സമൃദ്ധി എന്ന് പറയുന്ന സ്കീമിന് 7.6% ഇതും നമ്മൾ അതുമായിട്ട് കമ്പയർ ചെയ്യണം. കാരണം ഇതെല്ലാം റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമ്മൾ PPFലെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ NSCയിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ, സുകന്യ സമൃദ്ധിയിൽ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം നമുക്ക് കിട്ടുന്ന ഇൻട്രസ്റ്റ് അഷ്വേർഡ് ആയിട്ടുള്ള ഇൻട്രസ്റ്റാണ്. അതേപോലെ തന്നെ അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം കംപ്ലീറ്റ് ആയിട്ട് NSC ഒഴിച്ച് സുകന്യ സമൃദ്ധിയിലും PPFലും നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് കിട്ടുന്ന ഇൻട്രസ്റ്റ് നമുക്ക് കംപ്ലീറ്റ്ലി ടാക്സ് ഫ്രീ ആണ്. അതേപോലെ തന്നെ നമുക്ക് ഇൻകം ടാക്സ് ബെനിഫിറ്റ് ഉണ്ട്. സെക്ഷൻ 80C എന്ന് പറയുന്ന സെക്ഷനിൽ നമുക്ക് റിബേറ്റ് വാങ്ങാം. നമ്മുടെ ഇൻകത്തിൽ നിന്ന് അത്രയും കുറയ്ക്കാൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ട്. NSC ആണെങ്കിൽ അതിൽ റീഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻട്രസ്റ്റും നമുക്ക് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് ഡിഡക്ഷനായിട്ട് വാങ്ങാം അണ്ടർ സെക്ഷൻ 80Cയിൽ. ഇതേപോലെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സുകൾ ഇന്ന് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഞാൻ പറയുന്നു, ഈ ഗിൽറ്റ് പോലെ തന്നെ ഗിൽറ്റ് ഫണ്ടുകളുണ്ട്, അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഫണ്ട്, മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഇപ്പോൾ ഈ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഫണ്ട് അല്ലെങ്കിൽ ഗിൽറ്റ് ഫണ്ടിൻ്റെ ആവറേജ് റിട്ടേൺ നമ്മളൊരു 10 yearsലെടുത്താൽ ഏകദേശം 8% കൂടുതൽ വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് നോർമലായിട്ട് നമ്മളൊരു ഗവൺമെൻറ് സെക്യൂരിറ്റി വാങ്ങിയാൽ 6% അല്ലെങ്കിൽ 5%, 6% ഇടയ്ക്കാണ് ഇന്നത്തെ സിറ്റുവേഷൻ കിട്ടുള്ളൂ. പക്ഷേ ഒരു ഗിൽറ്റ് ഫണ്ട് അത് ആക്റ്റീവായിട്ട് മാനേജ് ചെയ്യുന്ന ഫണ്ടാണ് ഗിൽറ്റ് ഫണ്ട്. അതേപോലെയുള്ള ഫണ്ടുകളിൽ ഡെപ്പോസിറ്റ് ചെയ്താൽ 10 year ആവറേജ് ഒരു 8% കൂടുതൽ ഇപ്പോൾ റിട്ടേൺ വരുന്നുണ്ട്. അതേപോലെ തന്നെ ബോണ്ടുകളിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഫണ്ടുകളുണ്ട്, ലോ ഡ്യൂറേഷൻ ഫണ്ടുകൾ. പലതരത്തിലുള്ള ബോണ്ട് ഫണ്ടുകളുണ്ട്. അതിനെക്കുറിച്ച് വേറെ വീഡിയോ വേറെ സമയത്ത് ചെയ്യാം. ലോ ഡ്യൂറേഷൻ ഫണ്ടുകൾ ഏകദേശം 7% കൊടുക്കുന്നുണ്ട്. നോർമൽ ബോണ്ട് ഫണ്ടുകൾ അല്ലെങ്കിൽ ഒരുമാതിരി റേറ്റിംഗ് ഉള്ള, അല്ലെ ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള, നല്ല ക്രെഡിറ്റ് റേറ്റിംഗ് ഉള്ള ബോണ്ട് ഫണ്ടുകൾ ഏകദേശം മോർ ദാൻ 7% ഒക്കെ അതിൻ്റെ റിട്ടേൺ വരുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം കൺസിഡർ ചെയ്യാനുള്ള ഇതിൻ്റെ ടാക്സ് ആസ്പെക്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ഗവൺമെൻറ് സെക്യൂരിറ്റി, ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഹാഫ് ഇയർ, ഓരോ 6 months ഇൻ്റർവെല്ലിലും ഗവൺമെൻറ് സെക്യൂരിറ്റിയിൽ നിന്ന് നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടും, ഹാഫ് ഇയർലി ഇൻട്രസ്റ്റ് കിട്ടും. ഈ ഇൻട്രസ്റ്റ് നമ്മുടെ ഇൻകത്തിൻ്റെ കൂടുതൽ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിലെല്ലാം ഡെപ്പോസിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ ഇൻകം ടാക്സ് സ്ലാബ്, അല്ലെങ്കിൽ ഏത് സ്ലാബിൽ വരുന്നവരാണെന്ന് നോക്കുക. 5% ആണോ, 10% ആണോ, 15% ആണോ, 20 ആണോ, 30% ആണോ. അപ്പം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, ഇത് ബാങ്കിലും സെയിം ആണ്. ബാങ്കിൽ നിന്ന് കിട്ടുന്ന നമ്മുടെ FD അല്ലെങ്കിൽ SBയിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റും നമ്മുടെ ഇൻകത്തിൻ്റെ കൂടുതൽ ആഡ് ചെയ്ത് നമ്മൾ അതിന് ഇൻകം ടാക്സ് കൊടുക്കേണ്ടത് ആവശ്യമുണ്ട്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു, ഇതിൻ്റെ ഒരു ഓപ്ഷനുണ്ട്. ഈ ഗവൺമെൻറ്, ഈ RBI ഈ ബോണ്ട് തിരിച്ചു വാങ്ങുന്നത് ഇതിൻ്റെ മെച്യൂരിറ്റി പീരീഡിൽ RBI തിരിച്ചു വാങ്ങുള്ളൂ. 10 year, 15 year അല്ലെ 14 year ബോണ്ടിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ 40 years അല്ലെ 15 years കഴിഞ്ഞ് മെച്യൂരിറ്റി പീരീഡിലാണ് RBI ഈ ബോണ്ട് തിരിച്ചു വാങ്ങി നമുക്ക് പൈസ തരുള്ളൂ. പക്ഷേ ഇതിന് മുന്നേ ആയിട്ട് നമുക്ക് ലിക്വിഡിറ്റി വേണം, നമുക്ക് ക്യാഷിന് ആവശ്യമുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ബോണ്ട് നമുക്ക് സെക്കൻഡറി മാർക്കറ്റിൽ വിൽക്കാം. ആ സമയത്ത് ഏതാണ് പ്രൈസ്, ചിലപ്പോൾ നമുക്ക് വാങ്ങിയതിനേക്കാളും ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് വാങ്ങിയ പ്രൈസിനേക്കാളും കൂടുതൽ കിട്ടാം, കുറവ് കിട്ടാം. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടായാൽ നമ്മൾ വാങ്ങിയ എമൗണ്ടിനേക്കാളും കൂടുതലാണ് നമുക്ക് 100 രൂപയ്ക്ക് വാങ്ങി 105 രൂപയ്ക്ക് വിറ്റാൽ ആ 5 രൂപ എന്ന് പറയുന്നത് നമ്മുടെ ലാഭമാണ്. ഇതിന് നമ്മൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് കൊടുക്കണം. 1 വർഷത്തിന് മുന്നേ ആണ് നമ്മളിത് റിഡീം ചെയ്യുന്നതെങ്കിൽ അത് നമ്മുടെ ഇൻകത്തിൻ്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യും. 1 വർഷം കഴിഞ്ഞാണെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനായിട്ട് കൺസിഡർ ചെയ്യും. ഇതേപോലെ തന്നെ നമ്മൾ നോക്കുക, ബോണ്ടിലും നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതേപോലുള്ള ഒരു ഓപ്ഷനാണ് ബോണ്ട് ഫണ്ട് അല്ലെങ്കിൽ ഗിൽറ്റ് ഫണ്ട്, ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഫണ്ട് എന്ന് പറഞ്ഞാൽ സാധാരണ മ്യൂച്വൽ ഫണ്ടുകൾ അവരെ അണ്ടർലൈയിങ് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട്
പല ബോണ്ടുകളും വാങ്ങും, ഒരെണ്ണമല്ല. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സാധാരണ ഒരു ഇൻവെസ്റ്ററിനെ പറ്റി 10,000 രൂപ അല്ലെങ്കിൽ 20,000 രൂപയ്ക്ക് ഒരു ബോണ്ടിൻ്റെ ഒരു ചെറിയ പോർഷൻ മാത്രമാണ് വാങ്ങാൻ പറ്റുള്ളൂ. അതുപോലെ മ്യൂച്വൽ ഫണ്ടുകൾ എന്താണെന്ന് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവരെ യൂണിറ്റ് ഹോൾഡേഴ്സിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് പല സെക്യൂരിറ്റികളിലും അവർ ഡെപ്പോസിറ്റ് ചെയ്യും. ഇപ്പോൾ ഗിൽഫ് ഫണ്ടാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഡെവലപ്മെൻറ്റ് ബോണ്ട്, അതേപോലെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ RBI ഇഷ്യൂ ചെയ്തിരിക്കുന്ന പല ബോണ്ടുകളുണ്ട്. അത് പല മെച്യൂരിറ്റിയിലുള്ള ബോണ്ടുകളുണ്ട്, പല ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുന്ന ബോണ്ടുകളുണ്ട്. അപ്പോൾ അവർക്കത് ആക്റ്റീവായിട്ട് മാനേജ് ചെയ്തിട്ട് സാധാരണ ഒരു 10 ഇയർ ബെഞ്ച് മാർക്കിൽ വരുന്ന 10 ഇയർ ബെഞ്ച് മാർക്ക് റിട്ടേണിൽ വരുന്ന ബോണ്ടിനേക്കാളും കൂടുതൽ പെർഫോം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പം ഇതും നമ്മൾ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ബോണ്ട് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ഇയേഴ്സ് വരെ, മിനിമം 3 ഇയേഴ്സ് വരെ അത് കീപ്പ് ചെയ്ത് 3 ഇയേഴ്സ് കഴിഞ്ഞാണ് നമ്മൾ വിൽക്കുന്നതെങ്കിൽ അത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിനായിട്ട് കൺസിഡർ ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് ഇൻഡെക്സേഷൻ ബെനിഫിറ്റും അതിൻ്റെ അകത്ത് അവൈലബിൾ ആണ്. അപ്പം ലിക്വിഡിറ്റി, വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള ലിക്വിഡിറ്റി. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊക്കെ സ്മോൾ സ്കെയിൽ ഇൻവെസ്റ്റേഴ്സ് ആയിരിക്കും, ചെറിയ എമൗണ്ടുകളാണ് ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇത്രയും നാളും ഈ മാർക്കറ്റ് ഡോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ പറഞ്ഞു ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ബാങ്ക്സ്, ഇൻഷുറൻസ് കമ്പനീസ്, മ്യൂച്വൽ ഫണ്ട്, അതേപോലെ RBI രജിസ്റ്റേർഡ് ആയിട്ടുള്ള NBFCs ഇവരെല്ലാമാണ്. അപ്പോൾ നമുക്കൊരു ലിക്വിഡിറ്റിക്ക് ആവശ്യമുണ്ട്, നമുക്കിത് പെട്ടെന്ന് കാശിന് ആവശ്യമുണ്ട്. കാശ് തിരിച്ച് വാങ്ങണമെങ്കിൽ ചിലപ്പോൾ നമുക്ക് അത് വാങ്ങാൻ ആളുണ്ടാവണമെന്നില്ല. നമ്മൾ വിൽക്കുന്ന സമയത്ത് ഷെയർ മാർക്കറ്റിൽ അതിനൊരു ബയർ ഉണ്ടെങ്കിൽ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൈസിൽ ചിലപ്പോൾ വിൽക്കാൻ പറ്റില്ല. അപ്പോൾ ഇതേപോലെയുള്ള ഡിസഡ്വാൻറ്റേജുകൾക്ക് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലുണ്ട്. പക്ഷേ ഇത് വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമുക്കിപ്പോൾ ഷോർട്ട് ടൈമിലേക്കാണ് 2 മാസത്തേന് 3 മാസത്തേന് 1 വർഷത്തേനാണ് നിങ്ങൾ ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് വയബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ഒരു റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിന് വേണ്ടിയിട്ട് 10 വർഷത്തേനോ 15 വർഷത്തേനുള്ള ബോണ്ടുകൾ എടുത്താൽ അതിന് റെഗുലറായിട്ട് നിങ്ങൾക്കൊരു ഇൻകം കിട്ടും. അതിനൊന്നും ഒരു ഡിസ്കണ്ടിന്യൂവേഷൻ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. നിങ്ങൾക്ക് റെഗുലറായിട്ട് ഇൻകം കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം ലോങ് ടൈം ആണ്, നിങ്ങൾക്കൊരു റിട്ടയർമെൻറ്റ് പ്ലാനിങ് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റ് കഴിഞ്ഞ് റെഗുലറായിട്ട് ഒരു ഇൻകം, അൺഇൻറ്ററപ്റ്റഡ് ഇൻകം വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഒരു കാര്യം നിങ്ങളിതിൽ ഓർക്കേണ്ടത് ഇൻഫ്ലേഷനാണ്. നമുക്ക് ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ചെയ്തിട്ട് എത്ര റിട്ടേൺ ആണ് കിട്ടുക, ലോങ് ടൈമിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ കൂടി കൊണ്ട് വരുന്നതിൻ്റെ ഒരു ട്രെൻഡാണ്. ഇൻഫ്ലേഷൻ കൂടി വരുമ്പോൾ നമ്മൾ ഇൻഫ്ലേഷൻ നമുക്ക് കിട്ടുന്ന റിട്ടേണും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത് മൈനസ് ആണോ, നമ്മുടെ നെറ്റ് റിട്ടേൺ മൈനസ് ആണോ പോസിറ്റീവ് ആണോ, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ കൺസിഡർ ചെയ്യുക. തീർച്ചയായിട്ടും ഈ സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഈ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കുറിച്ചും ബാക്കിയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എസ്പെഷ്യലി ബാങ്ക് ഡെപ്പോസിറ്റും സേഫായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. ഇതേപോലെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ചും കമ്പയർ ചെയ്തുകൊണ്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് മനസ്സിലാക്കുക. ഞാൻ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ അല്ല. ഇത് ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. ഞാനിവിടെ സംസാരിച്ച അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളുടെ ബേസിസിൽ നിങ്ങൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ അഡ്വൈസ് ചെയ്യുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ഫൈനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് അല്ലെങ്കിൽ ചാർട്ടേഡ് അക്കൗണ്ടന്റുമായിട്ട് കൺസൾട്ട് ചെയ്ത് അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിലുള്ള റിസർച്ച് നടത്തിയിട്ട് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുക. എൻ്റെ ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ